എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. മാളയിലല്ല, നമ്മുടെ കളമശ്ശേരിയിലെ റോയൽ സ്കൈ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. ഞാനും മോനും ഉണ്ട്, കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്. അപ്പോൾ തമ്പനയിൽ കണ്ടല്ല, പുതിയൊരു വണ്ടി എടുക്കാൻ പോവുകയാണത്. പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടല്ല, കാണാത്തൊരു വീഡിയോസൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ഇത്തവണ ഇവൻ്റെ ആഗ്രഹപ്രകാരം വണ്ടി എടുക്കുകയാണത്. അതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാഴ്ചകളാണ് എപ്പിസോഡിൽ. അപ്പോൾ അത് തന്നെ പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ് എറണാകുളം യൂണിവേഴ്സിറ്റി മെട്രോ സ്റ്റേഷന് താഴെയാണ്. നിങ്ങൾക്ക് അവിടെ ബോർഡൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിൽ കയറിയിട്ട് നമ്മൾ തവണ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വണ്ടി എടുക്കുന്നത്. കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിൻ്റെ അടുത്ത് നിന്നുള്ള കടയിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ ഊബറിലാണ് യാത്ര കേട്ടോ. അറൗണ്ട് ഒരു 30 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ വണ്ടി വിശേഷങ്ങൾ പറയും മുമ്പ് ഓണമൊക്കെയാണ് വരുന്നത്. ഒരുപാട് പാക്കേജുകൾ കേട്ടോ, അടിപൊളി പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. തായ്ലൻഡിലെ ബാങ്കോക്ക്, പട്ടായ, അതുപോലെ തന്നെ ഫുക്കറ്റ്, ക്രാബി, മലേഷ്യ, സിംഗപ്പൂർ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, ശ്രീലങ്ക, ദുബായ് ഒക്കെ ഉണ്ട്. പക്ഷെ ദുബായ് ഇപ്പം നമ്മൾ പ്രിഫർ ചെയ്യില്ല, ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അതിൻ്റെ പേരിൽ. ചൂടൊക്കെ കറക്റ്റ് ഡിസംബറിൽ വിടാം നമുക്ക് ദുബായിയൊക്കെ. പക്ഷെ ഈ പറഞ്ഞ മാതിരി തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, മാൽദീവ്സ്, ബാലി, കംബോഡിയ, വിയറ്റ്നാം ഒക്കെ ഉണ്ട്. അപ്പോൾ ഫിക്സഡ് ഡിപ്പാർച്ചറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട് ഈ ഓണത്തിനൊക്കെ ഉള്ള തായ്ലൻഡ് യാത്രയിൽ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ബുക്ക് ചെയ്തോളൂ കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ബാക്കി വണ്ടി വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പൊട്ടുവെച്ചോടെന്ന് ചിന്തിക്കേണ്ട വണ്ടി വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെ ഇതിന് മുമ്പുള്ള നമ്മുടെ വണ്ടി അറിയാലോ, അതിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ അവിടുത്തെ സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനത്തെ നമ്മുടെ പുതിയ വണ്ടി കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ മുമ്പെടുത്ത വണ്ടിയൊന്ന് അതേ വണ്ടി തന്നെയാണ്. ഒരിക്കൽ കൂടി നമ്മൾ വണ്ടി മേടിച്ചിരിക്കുകയാണ്. മേടിക്കാന്ന് പറഞ്ഞാൽ സിറാമിക് ചെയ്തിട്ട്, ഗ്രാഫീൻ കോട്ടിങ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വണ്ടി ഒരു വർഷമായി നമ്മൾ ഹൈക്രോസ് നമ്മൾ മേടിച്ചിട്ട്. നമ്മൾക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന MG ഹെക്ടർ കൊടുത്തതിന് ശേഷമാണ് ടൊയോട്ടയുടെ ഈ വണ്ടി എടുത്തത്. ഓട്ടോമാറ്റിക് വണ്ടിയിലേക്ക് മാറാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കാസർഗോഡ് പോയിട്ടാണ് വണ്ടി എടുത്തത്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ്. തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി. അന്ന് ഉമ്മയും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് നമ്മൾ ട്രെയിൻ മിസ്സായി, പിന്നെ അങ്ങോട്ട് പോയി വണ്ടി മേടിച്ച് വന്നു. ഉടനെ തന്നെ നമ്മൾ ഈ സിറാമിക് കോട്ടിന് നമ്മൾ കൊടുത്ത് ഷീൽഡ് കൊടുങ്ങല്ലൂർ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാനേജർ മുബീന നമ്മളോടൊപ്പം ഉണ്ട്. മുബീന, അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, ഓക്കെ. അപ്പോൾ മുബീനയാണ് ഇവിടുത്തെ മാനേജർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇതിൻ്റെ രാഹുൽ ഭായി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മുബീന എന്തൊക്കെ ചെയ്ത് വണ്ടിയെങ്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കണ്ടപ്പോൾ. വന്ന് ഇവിടെ കൊടുത്ത സമയത്ത് കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം തിരക്കുള്ള റോഡിൽ ഓടിക്കുന്നതിന്റെ പേരിലൊക്കെ. എന്തായിരുന്നു നമ്മുടെ വണ്ടിനെ കുറിച്ച് അഭിപ്രായം എന്ന് പറഞ്ഞു? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെയും ഒത്തിരി സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലിയർലി കാണാൻ പറ്റുന്നത്, വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒത്തിരി സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ റോഡിലുള്ള പൊല്യൂഷൻസ്, ഇതുപോലെ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തുനിന്ന് സ്റ്റോൺ ചിപ്പിങ്ങും കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള പലതരം സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വെഹിക്കിളിൽ ഉണ്ടായിരുന്നു. ടാറിന്റെ അംശങ്ങൾ, അതും ഇതുമായിട്ടുള്ള കുറെ ഡേർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിന്റെ ഇപ്പൊ സർവീസ് സെന്ററിൽ നമ്മൾ കൊടുത്ത് വാഷ് ചെയ്യിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് അത് ക്ലിയർ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാഷ് ഔട്ട് ചെയ്യുമ്പോഴത്തേണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഫെയ്ഡായിട്ട്, അതുപോലെ യെല്ലോ കളർ, അതെല്ലാം തന്നെ നമുക്ക് വണ്ടിമേൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫൈൻ കോട്ടിംഗ് ആണ് ആക്ച്വലി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 7 months ആയി വെഹിക്കിള് ഗ്രാഫൈൻ ചെയ്തിട്ട്. അപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഡാമേജസ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് നമ്മൾ റീകോട്ടിങ് ചെയ്തിട്ടുണ്ട്. മുബീന പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് വെള്ളത്തിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുബീന ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഓരോ ഡോർ പാഡൊക്കെ കാണിച്ചു തന്നപ്പോഴാണ് ആദ്യം കൊടുക്കാൻ വന്ന സമയത്ത്, അതായത് യെല്ലോ ഷെയ്ഡ്, പ്രത്യേകിച്ച് വൈറ്റ് വണ്ടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡോർ അടയുമ്പോൾ റബ്ബർ ബീഡിങ് ഉള്ള സ്ഥലത്തൊക്കെ യെല്ലോ ഷെയ്ഡ് ഉണ്ടായിരുന്നു. വണ്ടിക്ക് ചെറിയ ചെറിയ പല സ്ഥലങ്ങളിലും ഒരു മങ്ങല്, അതുപോലെ തന്നെ ഡോർ ഹാൻഡിലുകളിലൊക്കെ ഇങ്ങനെ നഖം കൊണ്ടിട്ട് നിറയെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ എറണാകുളത്തെ ഡ്രൈവല്ലേ, സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ ഓരോരോ വണ്ടികൾക്ക് ചെറുതായിട്ട് ഓരോ മുത്തൊക്കെ കൊടുത്ത് ഓരോ വരകളൊക്കെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൻ്റെ നാടറിയില്ല, ഗ്രാമപ്രദേശമാണ്. പല റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴും ചെറിയ ഇടുങ്ങിയ റോഡുകളിൽ കൂടിയൊക്കെ പോകുമ്പോൾ നമ്മളെ വഴിയിലുള്ള എല്ലാ ചെടികളൊക്കെ നമ്മളെ തലോടി വിടുമ്പോൾ വരുന്ന കുറേ ചെറുതും വലുതായിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ. പക്ഷെ എന്തായാലും ഇപ്പം കണ്ടില്ല, ഷോറൂം കണ്ടീഷൻ മുബീന. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എന്താണ് നമ്മുടെ ഈ ഗ്രാഫൈൻ കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ 2 ടൈപ്പ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ ആൾക്കാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ഈ സിറാമിക് കോട്ട് അല്ലെങ്കിൽ ഗ്രാഫൈൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് വരില്ല എന്നുള്ളത്. എന്താ അതിനെ പറ്റി പറയാനുള്ളത്? സ്ക്രാച്ചസ് വരില്ല എന്നല്ല, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്സ് ഒക്കെ വന്നുണ്ടാവുന്ന സ്ക്രാച്ചസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വരുന്നത് ചെടി ഉറഞ്ഞിട്ടുള്ള സ്ക്രാച്ചസ്, അതുപോലെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ ഒഴിവാക്കാം. അതുപോലെ പെയിന്റ് പോവാതെ ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാഫൈൻ എന്ന് പറയുമ്പോൾ സെറാമിക്കിനേക്കാളും ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെറാമിക്കിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ 4 years വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതൊരു പ്രൊട്ടക്ഷൻ ആണ്, നമ്മുടെ വെഹിക്കിളിന് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എളുപ്പം അത് ഡാമേജസ് ക്ലിയർ ചെയ്യാനും മെയിൻ്റെനൻസിന് എളുപ്പമായിരിക്കും. അതാണ് ശരിക്കും ഗ്രാഫൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി നമുക്ക് സെൽഫ് ഹീലിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ PPF ആണ് ചെയ്യാറ്. നമ്മളിവിടെ ഷീൽഡിൽ PPFും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് PPF ആണ് ഇപ്പൊ എടുക്കുന്നത്. കാരണം പുറത്തുള്ള സിറ്റുവേഷൻസ് കൊണ്ടാണ്. നമ്മ ഒത്തിരിയും വില കൊടുത്തൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഫെയ്ഡ് ആവാതിരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ കൺസേൺ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ PPF, ഫുൾ കവറിങ് PPF ഒക്കെ ചോദിച്ചു വരുന്നുണ്ട് കസ്റ്റമേഴ്സ്. അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം പെട്ടെന്നുണ്ടാവുന്ന സ്ക്രാച്ചസിൽ നിന്നൊക്കെ നമുക്ക് സെൽഫ് ഹീലിംഗ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. സോ ഗ്രാഫൈനും നല്ലതാണ്, PPFും നല്ലതാണ്. രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ സെറാമിക് കോട്ട്, ഗ്രാഫൈൻ കോട്ടിങ്, അതുപോലെ തന്നെ PPF എന്നൊക്കെ പറഞ്ഞാല് വലിയ സബ്ജക്റ്റുകളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, ഇവിടെ ബൈക്കും ഉണ്ടല്ലോ. നമ്മൾ ബൈക്കുകളും ചെയ്യുന്നുണ്ട്. അതൊന്ന് കാണാം. കാണാലോ. നമ്മളിപ്പോ സൂപ്പർ ബൈക്കുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ ബൈക്സ്. ആർക്കൊക്കെ ആണോ ബൈക്കുകളാണെങ്കിലും ഏത് വെഹിക്കിൾസ് ആണെങ്കിലും അവരുടെ വെഹിക്കിൾസ് നന്നായിട്ട് കാണണം, പുതുമയുടെ ഷൈനോടുകൂടി കാണണം, അങ്ങനെ താല്പര്യമുള്ള എല്ലാവർക്കും നമുക്കിവിടെ ഗ്രാഫൈൻ ആണെങ്കിൽ ഗ്രാഫൈൻ ചെയ്യാം, സെറാമിക് ആണെങ്കിൽ സെറാമിക് ചെയ്യാം, PPF പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യാം. അപ്പൊ ഈ സൂപ്പർ ബൈക്സ് മാത്രമാണോ അതോ എല്ലാ ബൈക്കുകളും ചെയ്യുന്നുണ്ടോ? സൂപ്പർ ബൈക്സ് മാത്രമൊന്നല്ല, ഏത് വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണോ, ഷൈൻ വേണോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഹൈ ക്വാളിറ്റി ബ്രാൻഡ്സ് ആണ്. US മെയ്ഡ് ഇൻ ആയിട്ടുള്ള എദോസ്, സിറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ടും അതേപോലെ തന്നെ അതിന്റെ ഒരു വാറണ്ടി നമുക്കത് അറിയാം. ഈ ബ്രാൻഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലോങ് ലാസ്റ്റിംഗ് നിൽക്കും. നോർമൽ ചെറിയ രീതിയിൽ ഇപ്പൊ പേയ്മെന്റ് ഒക്കെ ഉദ്ദേശിച്ച് ചിലർ ഇതിലേക്ക് ചെറിയൊരു പേയ്മെന്റ് ഒക്കെ കിട്ടുമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അനാവശ്യ കാര്യങ്ങളൊക്കെ ചിലർ PPF, സെറാമിക് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫക്റ്റ് ഉണ്ട്, അതിന് ഡ്രോബാക്സ് ഒത്തിരി ഉണ്ട്. അപ്പൊ അത് ഉലിഞ്ഞു പോവാനും ഫെയ്ഡ് ആവാനും സൺ എക്സ്പോഷർ കിട്ടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് US മെയ്ഡ് ഇൻ ആയിട്ടുള്ള ബ്രാൻഡ്സുകൾ, ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ അനുഭവസ്ഥരും കൂടിയാണ്. എനിക്കല്ല, എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഉണ്ട്. നമ്മൾ പലയിടത്തും ഇപ്പോൾ ഒരു ബിസിനസ് ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ എല്ലാ മേഖലക്കും. ഇപ്പോൾ വില കുറച്ചിട്ടൊക്കെ പലയിടത്തും പോയിട്ടൊക്കെ ചെയ്തിട്ട് ഫെയ്ഡ് ആവല്, ഇപ്പൊ PPF ആണെങ്കിൽ തന്നെ അത് പെർഫെക്ഷൻ അല്ലാതിരിക്കുക, ഫെയ്ഡ് ആവല്. എപ്പോഴും വാഹനം ഏത് ആംഗിളിൽ നിന്നും എങ്ങനെയും ഒരേപോലെ തന്നെ ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ കുറച്ച് സ്ഥലത്ത് ഫെയ്ഡ് ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഭംഗി പോകുന്നു തന്നെ ഉള്ളതാണത്. ശരിയല്ലേ എടുത്തത്? അപ്പോൾ എപ്പോഴും നിങ്ങൾ എവിടെ തിരഞ്ഞെടുത്താലും ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ ചെയ്യുക. പുതിയ വണ്ടികളെന്നൊന്നുമില്ല. ഇപ്പോൾ സിറാമിക്, ഇപ്പോൾ ഗ്രാഫൈൻ കോട്ടൊക്കെ പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ വണ്ടി ഇപ്പോൾ 3, 4, 5, 6, 7, 8, 10 വർഷം ആയിക്കോട്ടെ, വണ്ടി ഇത് ചെയ്തു വരുമ്പോൾ പുത്തൻ വണ്ടി പോലെ ഇരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ അന്ന് അമാന ടൊയോട്ട നമ്മൾ കാസർഗോഡ് നിന്ന് ഇറക്കിയപ്പോൾ എന്താണ് കണ്ടീഷൻ, അതേ കണ്ടീഷനിലാണ് വണ്ടി എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് സെയിം ഷോറൂം കണ്ടീഷൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധൈര്യപൂർവ്വം റെക്കമെൻഡ് ചെയ്യുക. കാരണം നമ്മുടെ വണ്ടി അതിനുശേഷം ഒരുപാട് പേര് ഇവിടെ വന്ന് ചെയ്തു പോയിട്ട് എന്നെ പേഴ്സണലി കാണാൻ പറയും, വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോയി ചെയ്തത്, പെർഫെക്റ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുക. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയുടെ അടുത്താണ് കേട്ടോ. ഫോൺ നമ്പറും അതുപോലെ അഡ്രസ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവനാണ് ഇതിന്റെ മെയിൻ ആള്. ഞാൻ വണ്ടി എടുത്തപ്പോൾ കുറേ പരിപാടികളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ ഇവന്റെ നിർദ്ദേശപ്രകാരം ഇത്തവണ കുറേ പരിപാടികൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ടു ഒന്ന് പറഞ്ഞു കൊടുത്തേ? മെയിനായിട്ട് ഡോറിന്റെ അടിയിലത്തെ പാഡിങ്,
അതൊക്കെ മാറ്റ് ബ്ലാക്കിലേക്ക് മാറ്റ് ആയിരുന്നു ആദ്യം. ചെറിയൊരു പെയിന്റ് ഫെയ്ഡ് ആവുന്ന ടൈപ്പ് ബ്ലാക്ക് ആയിരുന്നു. അതിൽ നിന്ന് ഗ്ലോസി ബ്ലാക്ക് പിയാനോ ബ്ലാക്കിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്ത്, പിന്നെ കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഡോറിന്റെ താഴെയൊക്കെ ആയിട്ട്, അതൊക്കെ റിമൂവ് ആക്കി. ചെറിയ ചെറിയ ഡെന്റ്, ഇപ്പൊ നമ്മ എറണാകുളത്തുള്ള വണ്ടി ഓടിക്കണത്, അപ്പൊ അവിടെ ഉണ്ടാവണ സ്വാഭാവികമായിട്ടുള്ള കുറച്ച് സ്ക്രാച്ച് ഒക്കെ. ഇത് കേൾക്കുമ്പോൾ എറണാകുളത്തുകാർ മൊത്തം ഒന്ന് തെറി വിളിക്കണ്ട, തിരക്കിനുള്ളിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന തട്ടുമുട്ടലുകളൊക്കെ എന്തായിരുന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത് എന്താണ് സ്ക്രാച്ചസ് ഉണ്ടായെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സിറാമിക്കിന് ഇവിടെ കൊടുക്കുന്ന സമയത്ത് എടുത്തു വെച്ച വീഡിയോസ് ഉണ്ട്, കണ്ടില്ല? ഇത്ര സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ടുട്ടുമോന്റെ ആഗ്രഹപ്രകാരം, അബ്ദുള്ള എന്നാണ് പേര്, നമ്മൾ ടുട്ടു എന്ന് വിളിക്കണതാണ് കേട്ടോ. ഇത്രയും വലിയ ചെക്കനെ ടുട്ടു എന്ന് കൊഞ്ചിക്കരുത് വിചാരിക്കണ്ടാവും അല്ലേ? അപ്പോ ആഗ്രഹം എന്ന് പറഞ്ഞാല് പ്രധാന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഈ പ്ലാസ്റ്റിക് പാർട്ടുകളൊക്കെ കുറച്ചും കൂടി പിയാനോ ബ്ലാക്കിലേക്ക്, ബ്ലാക്ക് പാർട്ടുകളൊക്കെ പിയാനോ ബ്ലാക്കിലേക്ക്, അതിന് ഇവര് വലിയൊരു സപ്പോർട്ടാണ് ചെയ്തത്. ഈ വണ്ടിയുടെ പെയിന്റിങ് വർക്കുകളും മറ്റു തരത്തിലുള്ള ഡിസൈൻ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? എന്തൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്തി കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് ഒക്കെ ആയിട്ട് വരുന്ന വണ്ടികൾക്ക് പെയിന്റിങ്സ് ഒക്കെ റീപെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് പെയിന്റിങ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഷോറൂമിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടി അതേപോലെ തന്നെ നമ്മൾ പെയിന്റിങ്സ് ചെയ്ത് അതേപോലെ ആക്കി കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇടിച്ച വണ്ടി വന്നിട്ട് പെയിന്റ് തരാൻ പറഞ്ഞാൽ ഇവർ ചെയ്തു തരൂല. നിലവിലുള്ള വണ്ടി നിങ്ങൾക്ക് ചെറിയ തട്ടും മുട്ട് ഞളക്കുകൾ ബോറലുകൾ അത് ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ സിറാമിക്കിന് വരണി, അതായത് ഗ്രഫൈൻ കോട്ടിങ്ങിനോ PPF വരണിയിൽ അത്തരം കംപ്ലീറ്റ് വർക്കുകൾ ചെയ്ത് ഷോറൂം കണ്ടീഷനിലേക്ക് സെറ്റ് ചെയ്ത് തരും. അതിന് ഉദാഹരണമാണ് നമ്മളുടെ ഈ വണ്ടി കേട്ടോ. അതിന്റെ പേര് തന്നെയാണ് വീണ്ടും ഒരു വണ്ടി മേടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഇയാൾ എല്ലാ വർഷവും, സത്യം പറഞ്ഞാൽ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പക്ഷെ അതിനേക്കാളും ഒരു പടിയും കൂടിയും പോളിഷ്ഡ് ആയിട്ടാണ് നമുക്ക് സാധനം കിട്ടിയിരിക്കുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച് ഷീൽഡ് ടീമിനോട്. അതുപോലെ തന്നെ ഇവരുടെ എടുത്ത് പറയേണ്ട കാര്യമാണ്, നമ്മൾ ഇവർക്ക് സർവീസ് നമ്മളോട് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി ഒന്ന് മങ്ങിയതായിട്ട് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് തോന്നണം ഒന്നും കൂടി നമ്മളൊരു ഫംഗ്ഷന് പോകുന്നുണ്ട്, അപ്പോൾ ഒന്നും കൂടി പുത്തൻ കണ്ടീഷനിൽ കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞാൽ ഇവരൊന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആ വണ്ടി നമ്മൾ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇവരൊന്ന് കളക്ട് ചെയ്തിട്ട് വണ്ടി സെയിം കണ്ടീഷനിൽ പോളിഷ് ചെയ്തിട്ട് കൊണ്ടു തരുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ 4 ഇയർ പ്രോഗ്രാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പിക്ക് ചെയ്യുക. വലിയ ചാർജ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും മാന്യമായിട്ട് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വർക്കിന്റെ പെർഫെക്ഷൻ അല്ലാതെ ഞാൻ ഒട്ടും ഇവിടെ വരില്ലല്ലോ. തീർച്ചയായിട്ടും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ വണ്ടിയുമ്പോൾ എന്തെങ്കിലും ചെറു മാറ്റങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ചില പെയിന്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ചെയ്തുതരും. സോ നിങ്ങൾ എന്താണെന്നുള്ളതിന്റെ ഒരു പുറം കാഴ്ചയും കൂടിയാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള വാഹനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും കൂടി. അപ്പോൾ നമുക്ക് അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും ഫീൽഡിൽ നിന്ന് ബൈ. പിന്നെ ഒരു ബൈ പറയേ. ബൈ. യെസ്.